ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു യൂസ്ഫുൾ വീഡിയോ ആയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇതല്പം ലേറ്റായിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേയായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സബ്ജക്റ്റ് ഒക്കെ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് ഓരോ ടിപ്സായിട്ട് നോക്കാം. ഇപ്പോൾ ഏപ്രിൽ മെയ് ഒക്കെ ആയി, നല്ല ചൂടുള്ള സമയമാണ്. വീടുകളിലെല്ലാം AC നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവർക്കും AC ഉപയോഗിക്കാൻ ഒരു പേടിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതലായിട്ട് വരുമോ എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ള പ്രശ്നം. അപ്പം നിങ്ങൾ ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് ഒരുപാട് വരാതെ എങ്ങനെ AC യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാം എന്നുള്ളൊരു കുറച്ച് ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. എന്നാലേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ടിപ്പ് നമ്പർ 1 എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ, എയർ ഫിൽറ്റർ ക്ലീനിങ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ AC-ക്ക് ഉള്ളിലായിട്ട് 2 എയർ ഫിൽറ്ററുകൾ ഉണ്ടെന്ന കാര്യം. നിങ്ങൾ വിചാരിക്കും എയർ ഫിൽറ്ററും ഇലക്ട്രിസിറ്റി ബില്ലുമായിട്ട് എന്താ ബന്ധമെന്ന്. എന്നാ ബന്ധമുണ്ട്. അപ്പം നമ്മുടെ റൂമിനുള്ളിലെ ഡസ്റ്റ് എല്ലാം ഇൻഡോർ കോയിലിനുള്ളിലേക്ക് കടക്കാതെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നത് ഈ എയർ ഫിൽറ്ററുകളാണ്. അപ്പോൾ ഈ എയർ ഫിൽറ്ററുകളിൽ ഏതെങ്കിലും ഒന്ന് ബ്ലോക്ക് ആവുകയാണെങ്കിൽ അതിലൂടെ വരുന്ന എയറിൻ്റെ സർക്കുലേഷൻ നിലയ്ക്കുകയും തൽഫലമായി പുറത്തേക്ക് വരുന്ന എയറിൻ്റെ കൂളിംഗ് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ റൂം കൂളായില്ലെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങൾ ടെമ്പറേച്ചർ താഴ്ത്തി കൂടുതൽ സമയം AC പ്രവർത്തിപ്പിക്കേണ്ടതായിട്ട് വരും. ഇത് ഉറപ്പായും ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടാനിടയാക്കും. അപ്പം എന്താ ചെയ്യേണ്ടത്? മന്ത്ലി ഒരു പ്രാവശ്യം AC ഓപ്പൺ ചെയ്ത് ഫിൽറ്ററുകൾ ക്ലീൻ ആണോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് തിരിച്ച് AC-യിലേക്ക് വയ്ക്കുക. അപ്പോൾ ടിപ്പ് നമ്പർ 2 എന്താണെന്ന് നിങ്ങൾ കണ്ടു. കണ്ടൻസർ കോയിൽ ക്ലീനിങ് ആണ്. ഈ കണ്ടൻസർ കോയിൽ എന്താണെന്ന് അറിയാത്തവർക്കായി ഞാനൊന്ന് പറഞ്ഞുതരാം. ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ പുറകു സൈഡിലായി ഫിൻസുകൾ അടങ്ങിയ കോപ്പർ കോയിലുകളോട് കൂടിയ ഒരു അസംബ്ലി ഭാഗമാണ് കണ്ടൻസർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ കണ്ടൻസർ യൂണിറ്റിൻ്റെ ഫിൻസുകൾ ഏതെങ്കിലും വിധത്തിൽ ഡസ്റ്റുകൾ കയറിയോ മറ്റേതെങ്കിലും വിധത്തിലോ അടയുകയാണെങ്കിൽ അതിലൂടെയുള്ള എയർ സർക്കുലേഷൻ കുറയുകയും തൽഫലമായി കണ്ടൻസേഷൻ ഉണ്ടാവാതിരിക്കുകയും അത് കൂളിംഗ് എഫക്റ്റ് കുറയാൻ കാരണമാവുകയും ചെയ്യുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ഔട്ട്ഡോർ യൂണിറ്റ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. 2 രീതിയിലാണ് ഔട്ട്ഡോർ യൂണിറ്റ് നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയുന്നത്. ഒന്ന്, എയർ ബ്ലോവർ ഉപയോഗിച്ച് നമുക്ക് ഡസ്റ്റ് നീക്കം ചെയ്യാവുന്നതാണ്. രണ്ടാമതായി വാട്ടർ വാഷ് ചെയ്ത് നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റ് ക്ലീൻ ചെയ്യാവുന്നതാണ്. വാട്ടർ വാഷ് ചെയ്യുമ്പോൾ പ്രധാനമായും 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഒന്നാമതായി, ഔട്ട്ഡോർ യൂണിറ്റിൽ ഒരു ഫാൻ മോട്ടോർ യൂണിറ്റ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഫാൻ മോട്ടോർ യൂണിറ്റിലേക്ക് വെള്ളം കടക്കാതെ ശ്രദ്ധിക്കുക. രണ്ടാമതായി, ഇൻവെർട്ടർ AC-കളിൽ സാധാരണയായി ഒരു
PCB അസംബ്ലി കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. ആ PCB യൂണിറ്റിലേക്ക് വെള്ളം കയറാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമതായി ഞാൻ കപ്പാസിറ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് തരത്തിലുള്ള കപ്പാസിറ്റേഴ്സാണ് പ്രധാനമായും AC-യിൽ ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മൾട്ടി സ്പ്ലിറ്റ് കപ്പാസിറ്ററും ഫാൻ മോട്ടോർ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു ഫാൻ കപ്പാസിറ്ററും മാത്രമാണ് ഔട്ട്ഡോർ യൂണിറ്റിൽ പ്രധാനമായും ഉള്ളത്. വർഷത്തിൽ ഒരു പ്രാവശ്യം ഈ കപ്പാസിറ്ററുകൾ റെഗുലറായി മാറ്റുന്നത് ഔട്ട്ഡോർ യൂണിറ്റിലെ പ്രധാനപ്പെട്ട കമ്പോണൻസുകളായ കംപ്രസറും ഫാൻ മോട്ടറും പ്രവർത്തിക്കാൻ അമിതമായ കറണ്ട് എടുക്കുന്നത് തടയും. നിങ്ങൾക്ക് കപ്പാസിറ്ററുകൾ മാറ്റുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കപ്പാസിറ്ററിന്റെ ചാർജ് ചെക്ക് ചെയ്ത് കുറവുണ്ടെങ്കിൽ മാത്രം മാറ്റാൻ ശ്രമിക്കുക. ഇത് ഇലക്ട്രിസിറ്റി ബിൽ കുറയ്ക്കുന്നതും ഔട്ട്ഡോർ യൂണിറ്റിലെ ഈ കമ്പോണൻസുകൾ കേടുവരാതെ AC-യുടെ ലൈഫ് കൂട്ടുവാനും സഹായിക്കും. അടുത്തതായി എനിക്ക് ഇൻഡോർ യൂണിറ്റിന്റെ ക്ലീനിങ്ങിനെ കുറിച്ചാണ് പറയുവാനുള്ളത്. ഇൻഡോർ യൂണിറ്റിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒരു കൂളിംഗ് കോയിലും ഒരു ഫാൻ ബ്ലോവറും അടങ്ങുന്നതാണ് ഇൻഡോർ യൂണിറ്റ്. ഇവ രണ്ടും പ്രോപ്പറായി ക്ലീൻ ചെയ്യുന്നത് കൂളിംഗ് എഫക്റ്റ് കൂടുവാൻ സഹായിക്കും. അഞ്ചാമത്തെ ടിപ്പായി എനിക്ക് പറയാനുള്ളത് ടെമ്പറേച്ചർ കൺട്രോളിങ്ങിനെ കുറിച്ചാണ്. AC-യുടെ ടെമ്പറേച്ചർ എപ്പോഴും 24 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. ഇത് ഇലക്ട്രിസിറ്റി ബിൽ കുറയ്ക്കുമെന്ന് മാത്രമല്ല ഹ്യൂമൻ ബോഡിയുടെ കംഫർട്ടായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കൂടിയാണിത്. ടിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രിക്കോഷൻ ആണ്. എപ്പോഴും ഔട്ട്ഡോർ യൂണിറ്റിന്റെ മുൻവശത്ത് നിന്നും 2 മീറ്റർ ദൂരം വരെ യൂണിറ്റിനെ മറച്ചുകൊണ്ട് യാതൊരു വസ്തുവും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അഥവാ ഏതെങ്കിലും ഒരു വസ്തു യൂണിറ്റിനെ മറച്ചുകൊണ്ട് വച്ചിട്ടുണ്ടെങ്കിൽ അത് യൂണിറ്റിന്റെ എയർ സർക്കുലേഷനെ സാരമായി ബാധിക്കുകയും അത് യൂണിറ്റ് ഡാമേജ് വരുത്തുന്നതിനും കാരണമാകും. ഏറ്റവും അവസാനത്തെ ഒരു ടിപ്പാണ് എയർ ലീക്കിംഗ്. എയർ ലീക്കിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു എയർ കണ്ടീഷനിങ് റൂമിനെ സംബന്ധിച്ചിടത്തോളം എയർ ലീക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അഥവാ ഏതെങ്കിലും ഒരു എയർ കണ്ടീഷൻ റൂമിൽ എയർ ലീക്ക് ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയാൽ ആ ഭാഗം എയർ ലീക്കിൽ നിന്നും വിമുക്തമാക്കേണ്ടതാണ്.
അപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞു എങ്ങനെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാമെന്ന്. ഇനി ഇത് ഒന്ന് പരീക്ഷിച്ചു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഇലക്ട്രിസിറ്റി ബിൽ കുറയ്ക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.